എല്ലാവർക്കും നമസ്കാരം. വന്നിരിക്കുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. എൻട്രിയിൽ സെപ്റ്റംബർ 20 കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞു. ഇംഗ്ലീഷാണ് ആദ്യം ആരംഭിച്ചത്. ബാക്കിയുള്ള ഓരോ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നോടൊപ്പം വിനുസാറുണ്ട്. വിനുസാറ് എല്ലാവർക്കും പരിചിതനാണ്. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ പേപ്പർ ലീഡ് ചെയ്യുന്ന അധ്യാപകനാണ്. സോ സാറുമായിട്ടൊരു ഡിസ്കഷന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എനിക്ക് ആദ്യമായിട്ട് സാറിനോട് ചോദിക്കാനുള്ളത്, ഈ ബാക്കിയുള്ള സ്വന്തം വിഷയത്തേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ജനറൽ പേപ്പർ എല്ലാവർക്കും എന്ന് എല്ലാവരും പറയാറുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് കട്ട് ഓഫ് കടക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ജനറൽ പേപ്പർ ആയിരിക്കും. മെജോറിറ്റി പേരും കട്ട് ഓഫ് കടന്നിട്ടുള്ളത് ജനറൽ പേപ്പറിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതായത് ഇപ്പോൾ ജനറൽ കട്ട് ഓഫ് നോക്കി കഴിഞ്ഞാൽ 115 മുകളിൽ വേണമല്ലോ. അതിൽ 70 മാർക്ക്, അതാണ് ഞാൻ എപ്പോഴേ അവരുടെ മനസ്സിലേക്ക് കൊടുക്കുവാണ്, 70 മാർക്ക് സ്കോർ ചെയ്യണം ജനറൽ പേപ്പറിൽ. അങ്ങനെ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. അതാണ് ജനറൽ പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഈ സെറ്റ് പരീക്ഷ എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ പലർക്കും ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്നവർക്ക്, BEd പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ PG കോഴ്സ് ചെയ്യുന്നവർക്കും ആശങ്കയുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് എങ്ങനെയുള്ളവർക്കാണ് ഈ പരീക്ഷ എഴുതാൻ കഴിയുന്നത്? PG BEd ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അതിപ്പോൾ PG കഴിഞ്ഞിട്ട് BEd പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ BEdൻ്റെ 3rd സെമ്മിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 2nd ഇയറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ചാൻസിൽ തന്നെ എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ തിരിച്ച് BEd കഴിഞ്ഞിട്ട് PGക്ക് പോവുകയാണെങ്കിൽ PGയുടെ അവസാന വർഷത്തിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എഴുതാനായിട്ട് സാധിക്കും. പിന്നെ ചില സബ്ജക്റ്റുകാർക്ക് BEd ഇല്ലാതെ തന്നെ എഴുതാൻ പറ്റും. കൊമേഴ്സ്, ജിയോളജി പോലുള്ള, ജർമ്മൻ, അങ്ങനത്തെ ചില സബ്ജക്റ്റുകൾക്കൊക്കെ BEd ഇല്ലാതെ തന്നെ എഴുതാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഈ ബാക്കിയുള്ള നമ്മൾ ഈ ടീച്ചിങ് HSA HST പോലെയല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ്. കാരണം ഇത്ര ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടുന്ന എല്ലാവർക്കും ഈ ക്വാളിഫിക്കേഷൻ നേടാം. അതുവഴി പിന്നെ ഹയർ സെക്കൻഡറി അധ്യാപകനാവാനുള്ള അവൻ്റെ സ്വപ്നത്തിന് ഇതൊരു തടസ്സമാവത്തില്ല. അത് മാത്രമാണല്ലോ ഈ എലിജിബിലിറ്റി ടെസ്റ്റ്. അപ്പം വളരെ കുറച്ച് ശതമാനം മാർക്കിനൊക്കെയാണ് പലർക്കും ഇത് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ മാർക്കിംഗ് സ്കീം, അതായത് എത്ര ശതമാനം മാർക്ക് ജനറൽ പേപ്പറിന്, മെയിൻ പേപ്പറിന്, അത് എല്ലാ വിഷയങ്ങൾക്കും വ്യത്യാസമുണ്ടോ അതോ എല്ലാം സെയിം ആണോ? അതിനെക്കുറിച്ച് എന്താണ്? എല്ലാവർക്കും കോമൺ ആണ് കട്ട് ഓഫ് രീതി. ഇതിൽ നമുക്ക് വേറൊരാളോട് കോമ്പറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളോട് തന്നെ മത്സരിക്കുന്നതും ആ ഒരു കട്ട് ഓഫ് കടക്കാനായിട്ടുള്ള ഒരു ശ്രമം നമ്മളിൽ നിന്ന് ഉണ്ടായാൽ മതി. കട്ട് ഓഫ് എന്ന് പറയുന്നത് പെർമനന്റ് കട്ട് ഓഫാണ്. പക്ഷേ സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു എക്സാമിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മറ്റ് എക്സാമുകളിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ ഒരൊറ്റ ക്വാളിഫിക്കേഷന് 3 കട്ട് ഓഫ് കിടക്കണം. അതായത് 2 പേപ്പറുകളാണ് എക്സാം ഉള്ളത് അല്ലേ. പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പറാണ്, അതിന് സെപ്പറേറ്റ് ഒരു കട്ട് ഓഫ് ഉണ്ട്. പേപ്പർ 2ന് സെപ്പറേറ്റ് ഒരു കട്ട് ഓഫ് ഉണ്ട്. ദെൻ ഓവറോൾ വീണ്ടും ഒരു കട്ട് ഓഫ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് വെച്ച് തന്നെ നമ്മുടെ മൈൻഡിൽ അതങ്ങ് സെറ്റ് ചെയ്യുക. കാരണം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ 1-2 മാർക്ക് കുറഞ്ഞാലും നമുക്ക് അതിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. 40% വീതം 2 പേപ്പറുകൾക്കും സെപ്പറേറ്റ് നേടിക്കണം. മാത്രമല്ല ഓവറോൾ 120, 240 48% മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 2 പരീക്ഷയ്ക്കും 120 മാർക്കാണ്. അതായത് 2 മണിക്കൂറാണ് പരീക്ഷയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. അതിൽ ഓരോ പരീക്ഷയ്ക്കും 40% മാർക്ക് നേടിയിരിക്കണം. 2 പരീക്ഷയ്ക്കും കൂടി 48%. അത് എത്ര മാർക്കാണെന്ന് കൃത്യമായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെയാണ്. ഇതെല്ലാ വിഷയങ്ങൾക്കും ഇങ്ങനെ ആണോ? എല്ലാ വിഷയങ്ങൾക്കും ഇങ്ങനെ. അതായത് നമ്മളിപ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 48 മാർക്ക് പേപ്പർ 1-ന്, 48 മാർക്ക് മിനിമം പേപ്പർ 2-ന്. അത് മിനിമം കട്ട് ഓഫ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഓവറോൾ കൂട്ടുന്ന സമയത്ത് 115 മുകളിൽ മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത്, ഏതെങ്കിലും ഒരു പേപ്പർ 70 മാർക്ക് സ്കോർ ചെയ്യുക, മറ്റേ പേപ്പർ നമുക്ക് കറക്റ്റ് കട്ട് ഓഫ് കിടന്നാൽ ക്വാളിഫൈഡ് ആവാനായിട്ട് സാധിക്കും. സോ നമുക്ക് വീണ്ടും ജനറൽ പേപ്പറിലോട്ട് വരാം. ഇതിന് വ്യക്തമായ ഒരു സിലബസ് ഉണ്ട്. സാർ ഒരുപാട് വർഷമായിട്ട് ഇത് പഠിപ്പിക്കുന്നുണ്ട്. സാറിൻ്റെ അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഈ സിലബസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? 1. 2, സിലബസിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടോ? സിലബസ് 2016-ലാണ് അപ്ഡേറ്റ് ചെയ്തത്. സിലബസിൽ യാതൊരു മാറ്റവും അതിനുശേഷം വന്നിട്ടില്ല. കുറേ കാലത്തേക്ക്, ഇനിയിപ്പോൾ പുതിയ പോളിസിയൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രം എന്തെങ്കിലും ചേഞ്ച് വന്നാലേ ഉള്ളൂ. അല്ലാത്ത പക്ഷം കുറച്ച് നാളത്തേക്ക് കൂടി ഈ ഒരു സിലബസ് തന്നെ ആയിരിക്കും പോകുന്നത്. സിലബസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 120 മാർക്ക് പേപ്പർ 1 ജനറൽ പേപ്പറിനുള്ളപ്പോൾ അതിൽ 60 മാർക്ക് GK ആണ്. 60 മാർക്ക് GK എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് അതിൻ്റെ അടിസ്ഥാനം. ഈ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിലെ സയൻസ് ഉണ്ടാവും, സോഷ്യൽ സയൻസ് ഉണ്ടാവും, അത് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഉണ്ടാവും, ദെൻ ഇംഗ്ലീഷ് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഒരു 60 മാർക്ക് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുണ്ട്. പിന്നെയുള്ള ഒരു 60 മാർക്ക് എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, BEdന് പഠിച്ച ഫിലോസഫി, സൈക്കോളജി, റിസർച്ച്, ടെക്നോളജി, പെഡഗോഗി, ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം കൂടി ചേർന്നിട്ടാണ് 60 മാർക്ക്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ബ്ലൂ പ്രിൻ്റ് ആയിട്ട് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഓരോ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്തിട്ട് അതിൽ ഓരോ ഭാഗത്ത് നിന്നും എത്ര ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വരും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് എണ്ണം അതിനുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ബ്ലൂ പ്രിൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക്. അപ്പോൾ ഈ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് ഈ 60 മാർക്കിന് ചോദിക്കുന്നത്. ഏറ്റവും മെജോറിറ്റി കോർ വരുന്നത് ജനറൽ പേപ്പർ അതാണ്. അതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിലേക്ക് വരാം.
ഇപ്പം കോഴ്സ് ആരംഭിക്കാൻ പോകുന്നു. നമ്മൾ വെറുതെ ഒരു കോഴ്സ് വിളിച്ചിട്ട് അതിന് ശേഷം ക്ലാസ് എടുക്കുന്ന രീതിയല്ല എൻട്രിയിൽ. ടീച്ചിങ് എല്ലാ രീതിയിലും എൻട്രിയിൽ മാറിയിട്ടുണ്ട്. നമ്മൾ ആൾറെഡി സാറിൻ്റെ നേതൃത്വത്തിൽ ടീച്ചേഴ്സിൻ്റെ ഒരു ടീം തന്നെയുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ ആദ്യം നമുക്ക് പറയേണ്ടത് ടീച്ചേഴ്സിനെ കുറിച്ചാണ്. സാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷ് രഞ്ജിത്ത് സാർ തന്നെ, രഞ്ജിത്ത് സാർ സെറ്റിന്റെ ഇംഗ്ലീഷ് പേപ്പർ എടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ഓരോ പേപ്പറിലെയും മെയിൻ ആൾക്കാരെ തന്നെയാണ് ആർഷ മിസ് ഉണ്ട്. തീർച്ചയായിട്ടും ജനറൽ പേപ്പറിലേക്ക് ഇവരെ എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ആർഷ മിസ് ആണ് ജനറൽ പേപ്പർ കൂടുതലായിട്ട് കൈകാര്യം ചെയ്തത്. തീർച്ചയായിട്ടും സോ പിന്നെ ഒരു അധ്യാപകരുടെ ടീം തന്നെയുണ്ട്. ഇനി കോഴ്സിനെ കുറിച്ച് പറയാം. നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന എത്ര ദിവസത്തെ കോഴ്സാണ്, എങ്ങനെയാണ് ഇത് കൊണ്ടുപോകാൻ പോകുന്നത്? 100 ദിവസം കൊണ്ട് മുഴുവൻ സിലബസും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ 240 ടോട്ടൽ മാർക്ക്. അതിൽ 115 മാർക്കിന് മുകളിൽ കിട്ടിയാൽ മതി. സോ 50% ഓവറോൾ മേടിക്കേണ്ടത്. അല്ലെങ്കിൽ 120 മാർക്കിന്റെ ജനറൽ പേപ്പറിൽ 60 മാർക്ക് നമുക്ക് കിട്ടിയാൽ മതി. അല്ലാണ്ട് നമുക്ക് മുഴുവൻ മാർക്ക് ഇതിനകത്ത് വേണ്ട. മറ്റൊരു കോമ്പറ്റേറ്റീവ് എക്സാം പോലെ അല്ലല്ലോ, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, ഒന്നാം സ്ഥാനത്ത് എത്തേണ്ട കാര്യമില്ല. നമ്മളെ കട്ട് ഓഫ് കടന്നാൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് 100 ദിവസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും. ഈ 100 ദിവസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് ജനറൽ പേപ്പറും മെയിൻ പേപ്പർ. യെസ്. അതിനൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് LBS സെന്ററിന്റെ സൈറ്റിൽ വർഷങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. നമ്മുടെ അധ്യാപകരെല്ലാവരും അത് സോൾവ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അല്ലെങ്കിൽ അതിനെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസും, അതിനപ്പുറത്തേക്ക് എൻട്രിയുടെ ഈ കോഴ്സിനൊപ്പം തന്നെ ഓരോ ടോപ്പിക്കുകൾ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് എക്സാംസ്, ഓരോ ക്ലാസ്സും കഴിയുമ്പോഴുള്ള ക്വിസസ് ഉണ്ടാവും. അതിനുശേഷം ഈ സെറ്റ് എക്സാമിന്റെ ദൈർഘ്യം എത്രയാണോ അത്ര ദൈർഘ്യത്തിലുള്ള മോഡൽ എക്സാംസും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട്, ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇവർക്ക് കിട്ടും. സാർ ഇപ്പം പറഞ്ഞു വന്നൊരു കാര്യം ഞാൻ ചോദിക്കാനിരുന്നതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഗുണം, അതിപ്പോൾ സാറ് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തത്, നമ്മൾ മീറ്റിംഗ് കൂടിയപ്പം ആദ്യം തീരുമാനിച്ചൊരു കാര്യം MCQ മാക്സിമം, അതായത് നമ്മൾ വാരി വലിച്ച് ക്ലാസ് എടുക്കാതെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണല്ലോ. അപ്പം അതെങ്ങനെ തുടക്കത്തിൽ നമുക്ക് പ്രവർത്തിയാക്കാൻ കഴിയും? അതായത് നമ്മളെല്ലാവരും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആദ്യം റെഫർ ചെയ്യുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ മൊത്തത്തിൽ സമഗ്രമായിട്ട് ഒരു ടീമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട്, അതായത് നേരത്തെ ബ്ലൂ പ്രിന്റ് എടുക്കുമ്പോൾ ഓരോ ടോപ്പിക്കിൽ നിന്നും ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് കൃത്യമായിട്ട് ആവർത്തിച്ച് ചോദ്യം വരുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ആ പോയിന്റുകൾ അല്ലെങ്കിൽ ആ ഏരിയനെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സിലബസ് വലിച്ചുവാരി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ സിലബസ് കവർ ചെയ്ത് മൊത്തം സിലബസും കവർ ചെയ്ത് കിട്ടും. എന്നാൽ പോലും ആവർത്തിക്കുന്ന മേഖലകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് സമാനമായ MCQs ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളിലേക്ക് വരുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ആദ്യത്തെ ചാൻസിൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ ആ യോഗ്യതാ പരീക്ഷയിൽ ജനറൽ പേപ്പറിലായാലും മെയിൻ പേപ്പറിൽ എത്തിക്കാൻ കഴിയാവുന്ന കോൺഫിഡൻസ് നമുക്കുണ്ട്. 100% ഉണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ അതേപടി എടുത്തു കഴിഞ്ഞാൽ അതിനെ യൂസ് ഈ 100 ദിവസം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇൻ കേസ് അവർക്കൊരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, ചെറിയ ശതമാനത്തിന് മാർക്ക് നഷ്ടപ്പെട്ടാൽ, ഒരു തവണ കൂടി ഫ്രീ ആയിട്ട് നമ്മുടെ കോഴ്സ്, അത് ജനറൽ പേപ്പർ ആയാലും മെയിൻ പേപ്പർ ആയാലും നമ്മൾ കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പോസിറ്റീവായിട്ട് ഇത്തവണ. എന്തെങ്കിലും കാരണവശാൽ ഒരു 1-2 മാർക്കിലേക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ അത് എവിടെയാണെന്ന് അവർക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ചാൻസ് ഉറപ്പായിട്ട് അവർക്ക് എഴുതിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു സൗജന്യമായിട്ടുള്ള ഒരു അവസരം കൂടി കൊടുക്കുന്ന എൻട്രിയുടെ തീരുമാനമുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മുടെ ഈ B.Ed, സാറ് പറഞ്ഞല്ലോ, B.Ed പഠിച്ചുകൊണ്ടിരിക്കുന്നവരും PG, എനിക്ക് തോന്നുന്നു ഈ പറയുന്ന എല്ലാ മത്സര പരീക്ഷകളുടെയും ആധാരം എന്ന് പറയുന്ന PG സിലബസാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ആയാലും PG സിലബസാണ്. കാരണം ഞാൻ ഈ സെറ്റ് പാസ്സാവുന്നതും നെറ്റ് പാസ്സാവുന്നതും PG പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. പ്രത്യേകിച്ച് കോച്ചിങ്ങിനൊന്നും പോയില്ല, അതിൻ്റെ ഒരു അറിവ് വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ PG 2ാം വർഷത്തിലേക്ക് കടക്കുന്ന ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ B.Ed 2ാം വർഷത്തിലേക്ക് കടക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവരെ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നല്ലതല്ലേ? കാരണം തീർച്ചയായിട്ടും ഇത് പഠിക്കുന്നതിനൊപ്പമാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ പറയാറുണ്ട്, സെറ്റ് പ്രിപ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് CTET കിട്ടും, KTET കിട്ടും. ഈ 4 എക്സാംസും, അതായത് KTETന്റെ കാറ്റഗറി 3 ഉണ്ട്, കാറ്റഗറി 2 ഉണ്ട്, CTET പേപ്പർ 2 ഉണ്ട്, സെറ്റ് ഉണ്ട്. ഇതെല്ലാം ഒന്നിച്ച് ക്വാളിഫൈഡ് ആകും. അപ്പോൾ അവർക്കാണ് അഡ്വാൻറ്റേജ് കൂടുതൽ. അപ്പോൾ അവരോട് സാറിന്, ഈ ഉദ്യോഗാർത്ഥികളോട്, ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് ഇത് കഴിഞ്ഞിട്ടൊക്കെ പഠിക്കാം എന്നും പറഞ്ഞിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെയാണ് നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അവരോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഞങ്ങളെല്ലാവരും പഠിക്കുന്ന കാലഘട്ടത്തിൽ 3rd സെമ്മിലൊക്കെ നേടിയെടുത്ത എക്സാംസ് ആണ് സെറ്റും നെറ്റും KTETും CTETും ഒക്കെ. അത് ഏറ്റവും ബെസ്റ്റ് ടൈം അതായിരുന്നു എന്നുള്ളത് അനുഭവത്തിൽ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആവർത്തിച്ച് ഈ വെബിനാറുകളിലും സെമിനാറുകളിലും പിന്നെ എഴുതിയ പല പരീക്ഷകളിലെ ലിസ്റ്റ് വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇത് ആ പഠിക്കുന്ന ഒപ്പം എഴുതിയതെല്ലാം കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒന്നിച്ചായിട്ട് ഞാൻ ഈ പറഞ്ഞ 4 എക്സാംസും ഒന്നിച്ച് പാസ്സായ ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ PG ചെയ്യുകയാണോ എങ്കിൽ PG ചെയ്യുന്ന സമയം, അല്ല B.Ed ചെയ്യുന്ന സമയമാണെങ്കിൽ B.Ed ചെയ്യുന്ന സമയം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഓരോന്ന് റിപ്പീറ്റ് അടിച്ച് വീണ്ടും പഠിക്കേണ്ടതായിട്ട് വരും, അല്ലെ ഓരോന്ന് എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടതായിട്ട് വരും. മറ്റേ നമ്മളിങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്ന സമയമാണ് സെറ്റ് നിങ്ങൾക്ക് അതിനൊപ്പം തന്നെ കൂടെ പോരും.
കേട്ടല്ലോ സാറ് പറഞ്ഞത്. അത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഒരു കോഴ്സ് നിങ്ങളുടെ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെല്ലാവരും ആ ജനറൽ പേപ്പറിൽ സാറിനോടൊപ്പം ഉണ്ട്. ഇതൊരു ടീം വർക്കാണ്. ഇവിടെ ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതല്ലാതെ ആർക്കും പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഓരോരുത്തരും ഏറ്റെടുക്കുന്നു, ബാക്കിയുള്ളവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സാറിൻ്റെ വാക്കുകളിലൂടെ ഒരു സാധാരണ ഉദ്യോഗാർത്ഥിക്ക് പോലും എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ മാറാൻ സാധ്യതയുണ്ടോ, ക്വാളിഫിക്കേഷൻ എന്താണ്, ഇതിന് എത്ര മാർക്ക് സ്കോർ ചെയ്യണം, എങ്ങനെയാണ് പരീക്ഷാ രീതി, ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാൻ സാറിന് ഈ ഇൻ്റർവ്യൂവിലൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സജ്ജരാണ് എന്നൊന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ കോഴ്സിലേക്ക് വരാം. 1 വർഷമാണ് നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ കാലയളവ് കിട്ടാൻ പോകുന്നത്. ഒരു ആദ്യത്തെ 6 മാസം, ജനുവരിയിലാണ് പരീക്ഷ വരാൻ പോകുന്നത്. ജനുവരിയിൽ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇൻ കേസ് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങൾ നേടിയിരിക്കും. പക്ഷേ ഒരു ചെറിയ ശതമാനത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ അതിനോടൊപ്പം പഠനം തുടർന്നു പോയിട്ട് അടുത്ത തവണ നേടി നിങ്ങളെ പുറത്തിറക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരാൻ പോകുന്ന ഭാഗവും സെറ്റായിരിക്കും. അതുകൊണ്ട് തന്നെ കോഴ്സിലേക്ക് വരിക, ഇതൊരു ക്ഷണം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. സാറിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ സെറ്റ് നേടാൻ ഏറ്റവും പറ്റിയ കാലഘട്ടം. ഇനി ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. ഏത് റിപ്പോർട്ട് വന്നാലും എന്ത് മാറ്റങ്ങൾ ഉണ്ടായാലും നമ്മുടെ പെട്ടിയിൽ ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നേടിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതായിട്ട് വരില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ ചാൻസിൽ തന്നെ ഈ എക്സാംസ് എല്ലാം ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് സെറ്റ് നമ്മളെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് വലിയ ഇമ്പോർട്ടൻസ് ഉള്ളൊരു എക്സാമാണ്. അത് ഈ തവണ തന്നെ എഴുതിയെടുക്കുക. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ചാൻസിനുള്ളിൽ ഉറപ്പായിട്ട് എഴുതിയെടുക്കുക. ഇനി വരുന്ന വർഷങ്ങൾ നിങ്ങളുടേതാവും. സെറ്റ് നേടി സെറ്റായിട്ട് ഈ ടീച്ചിങ് കരിയറിലേക്ക് ഇറങ്ങാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. എൻട്രി നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. എല്ലാ ആശംസകളും നേരുന്നു. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.